ഗൈസ് എന്തെങ്കിലും വിശേഷം സുഖമാണെന്നിരിക്കുന്നുണ്ടോ? പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ഷൻ കഴിയുന്നവരെ ഇലക്ഷൻ അപ്ഡേറ്റുകൾ ഉണ്ടാവും. കാരണം നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഈ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റുകളായിട്ട് വരും. രണ്ട് പാർട്ടികളുടെ സൈഡിൽ നിന്നും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെ അപ്ഡേറ്റുകൾ ഓരോന്ന് വരുന്നത് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരും. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് ഞാൻ എനേബിൾ ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ UK ഇലക്ഷൻ്റെ ഒപ്പീനിയൻ പോളിൻ്റെ വീഡിയോസിനെ കുറിച്ച് ഞാൻ ഇട്ടു. ആ ഒപ്പീനിയൻ പോളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ഏകദേശം ഒരു 12, ഇനി ചില ഒപ്പീനിയൻ പോൾസ് 19, ചിലത് 20, 22 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയാം. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഋഷി സുനകും അതുമാത്രമല്ല ലേബർ പാർട്ടിയുടെ നേതാക്കളുമായിട്ടുള്ള ഓൺലൈൻ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. പാർട്ടികൾ ഓരോ ചാനലുകളായിട്ട് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയല്ല, പക്ഷേ ഇത് ഫേസ് ടു ഫേസ് രണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ നേരിട്ട് നിന്നിട്ടായിരിക്കും ഈ ഒരു ഡിബേറ്റുകൾ നടക്കുക. നല്ല ആചാരമല്ലേ? അപ്പോൾ ഈ ഡിബേറ്റിനകത്ത് ഇവർ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ഇല്ലെങ്കിൽ ഇവരുടെ പ്ലാനുകളും പോളിസികളും എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഡിബേറ്റിന് മുമ്പായിട്ട് ഇപ്പോൾ ജനറൽ ഇലക്ഷൻ ലേബർ ആൻഡ് കൺസർവേറ്റീവ് ഇമിഗ്രേഷൻ പോളിസി എക്സ്പ്ലെയിൻഡ് എന്നുള്ള രീതിയിൽ ന്യൂസുകൾ വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്ന ന്യൂസാണ്, ഞാൻ ഇന്നാണ് അത് കാണുന്നത്. അപ്പോൾ ഈ ന്യൂസിൽ ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് മെയിൻ ഒരു കാര്യം ശരിക്കും നമ്മളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെയല്ല ഇവരുടെ പോളിസികൾ വന്നിരിക്കുന്നത് എന്നുള്ളൊരു നിരാശാജനകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സ്കൈ ന്യൂസിൽ ആണ് ഈ അപ്ഡേറ്റ്. സ്കൈ ന്യൂസ് മാത്രമല്ല പല ന്യൂസുകളിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് തന്നെ ഇവിടെ പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബോട്ട്സ് ക്രോസിംഗ് ഇംഗ്ലീഷ് ചാനൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാർട്ടിയും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകൾ ഇങ്ങോട്ട് വരുന്നത് നിർത്തും. കൺസർവേറ്റീവ് പാർട്ടി അത് അന്നും എന്നും പറയുന്നതാണ്, ബോട്ടുകൾ ഇങ്ങോട്ട് വരുന്നത് നിർത്തും എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു പകുതി വരെ ഒരു കുറച്ചെന്തെങ്കിലേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും വലിയൊരു എന്താ പറയുക നുഴഞ്ഞ കയറ്റക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതിൽ ലേബർ പാർട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് ക്രോസിംഗ് ദ ഇംഗ്ലീഷ് ചാനൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദ ഫസ്റ്റ് പോളിസി ഇറ്റ് അനൗൺസ്ഡ് ഡ്യൂറിംഗ് ദിസ് ഇലക്ഷൻ ക്യാമ്പയിൻ വാസ് എസ്റ്റാബ്ലിഷ് എ ന്യൂ ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് ടു പ്രോസിക്യൂട്ട് ഗാങ്സ് ഓപ്പറേറ്റിംഗ് സ്മാൾ ബോട്ട് റൂട്ട്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഗാങ്സിനെ പിടിക്കാനുള്ള പുതിയൊരു സംവിധാനം അവർ കൊണ്ടുവരും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് നമുക്ക് അത്ര മതി. കാരണം നമ്മളെ ബാധിക്കുന്നതാണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അങ്ങനെയുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് ഒക്കെ കൂടിയിട്ട് പെരുകിയത് കൊണ്ടാണ് ഇവിടെ ഇവർക്ക് നെറ്റ് മൈഗ്രേഷനിൽ കുറവ് വരുത്തണം, ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വളരെ വഷളാകാനുള്ള സാധ്യത ഉണ്ടായത് അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ബാധിക്കുന്നതാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റുവാണ്ട പ്ലാനുകളാണ്. റുവാണ്ട പ്ലാനുകളിനകത്ത് കൺസർവേറ്റീവിടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു 310 മില്യൺ പൗണ്ട് ഓൾറെഡി റുവാണ്ട പ്ലാനിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കി. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ഇവിടെ ഹോട്ടൽ പോളിസി കാര്യങ്ങളെല്ലാം എന്താ പറയുക അതിനകത്ത് റെഫ്യൂജീസിനെ കയറ്റി ഇവിടെ കുറച്ച് നാൾ തീറ്റിപ്പോയിട്ട് ഇപ്പോൾ അവർ റുവാണ്ടയിലേക്ക് കയറ്റി വിടാനുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സക്സസ് ആയിട്ടില്ല. അപ്പോൾ അത് വീണ്ടും സക്സസ് ആക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു വശം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലേബർ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ, അതായത് ഈ ടോട്ടലി റുവാണ്ട പ്ലാൻ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ഉള്ള പ്ലാനുകളെല്ലാം ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ഇത്രയും നാൾ വെള്ളത്തിൽ വരച്ച വരവോലെയാവും നമ്മുടെ ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടി 310 മില്യൺ കൊണ്ട് ചിലവാക്കിയത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനുകൾ ക്യാൻസൽ ചെയ്തിട്ട് ഇവർ ഒറ്റ ഫ്ലൈറ്റ് പോലും റുവാണ്ടയിലേക്ക് പറക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവരെന്തോ ചെയ്യാൻ പോകുന്നത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് തേർഡ് കൺട്രിയിലേക്ക് കൊണ്ടാക്കുന്നത്, തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് കയറ്റി വിട്ടൂടെ എന്നുള്ളതാണ് ചോദ്യം. അത് വിടുവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് പ്രതീക്ഷിച്ചിരിക്കാം. പിന്നെ വെച്ചാൽ അസൈലം ബാക്ക്ലോഗ്സ്, അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ്. കാരണം ഇവിടെ വരുന്ന എല്ലാവരും തന്നെ വന്നുടനെ തന്നെ അസൈലം അങ്ങോട്ട് അപ്ലൈ ചെയ്തിടുവാണ്. അത് റിസൾട്ട് കിട്ടാനായിട്ട് വർഷങ്ങൾ പിടിക്കും. അപ്പോൾ അതുവരെ ഇവരവിടെ ഇങ്ങനെ ലോലുപരായിട്ട് വിലസി നടക്കുന്ന ഒരു കാര്യമാണ്. എന്തൊരു മലയാളികൾ വരെ അസൈലം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല, അപ്ലിക്കേഷൻ ഇട്ടിരിക്കുക ചുമ്മാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതിനകത്ത് കൺസർവേറ്റീവ് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കേസ് വർക്കേഴ്സിൻ്റെ അതായത് ഈ കേസ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻക്രീസ് ചെയ്യും. അതായത് ഒരുപാട് പുതിയ കേസ് വർക്കേഴ്സ് വരും. അതായത് ഈ ഡ്യൂറേഷൻ കുറയ്ക്കും എന്നുള്ളതാണ് കൺസർവേറ്റീവിടെ ഉത്തരം. അതുമാത്രമല്ല ക്യാപ്പ് ഏർപ്പെടുത്തും, അസൈലം അപ്ലൈ ചെയ്യുന്നവർക്ക് ലിമിറ്റേഷൻസ് ഏർപ്പെടുത്തും, ബാക്കിയുള്ളവരൊക്കെ ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ലേബർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000-ഓളം പുതിയ കേസ് വർക്കേഴ്സിനെ കൊണ്ടുവരും. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വീക്കിനകത്ത് അസൈലം ഇവരുടെ ഡിസിഷൻ കൊടുക്കുന്ന രീതിക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിക്ക് അവർ ചെയ്യും എന്നുള്ളത്. അതായത്
പണ്ട് വർഷങ്ങളിരിക്കുന്നത് ഇനി ഒരാഴ്ച കൊണ്ട് അസൈലത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. നിങ്ങൾ അസൈലിട്ടിട്ട് ഇനി വർഷങ്ങൾ ഇരിക്കാം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഒരാഴ്ച കൊണ്ട് തീരുമാനമാക്കിയിട്ട് പോകും. വന്നു കഴിഞ്ഞാൽ നടന്നാൽ മതി എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത് നമ്മളെല്ലാവരും നോക്കേണ്ടത് വെച്ചാൽ ലീഗൽ മൈഗ്രേഷൻ ആണ് കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. ലീഗൽ മൈഗ്രേഷനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് മൈഗ്രേഷൻ, ദ സ്കിൽ വർക്ക്. അപ്പോൾ അതിനകത്ത് കൺസർവേറ്റീവിയുടെ കാര്യത്തിൽ അവർ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും പറഞ്ഞിട്ടില്ല. അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് the rules for qualified for the skilled workers visa changed in the April minimum salary threshold. അത് ഉയർത്തി. അത് തന്നെ നമ്മുടെ സാലറി ത്രഷോൾഡ് ഉയർത്തി. ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്തു, സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അവർ അതൊക്കെ തന്നെ മതി, ഇല്ലെങ്കിൽ ആ ഒരു സംവിധാനം തന്നെ മതി. അതിനകത്ത് കൂടുതൽ അവർ പുതിയ പോളിസികളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ലേബറിൻ്റെ കേസിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ലേബർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ഡൗൺ നെറ്റ് മൈഗ്രേഷൻ ബൈ ട്രെയിനിങ് മോർ UK വർക്കേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ എന്നുള്ളത്. അതായത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക, അത് ഇനി കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും, ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കും, ഇവിടെയുള്ള സിറ്റിസൺസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇവിടത്തുള്ള ആൾക്കാർക്ക് തന്നെ ആ ജോലി കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ലേബറിൻ്റെയാണ്. മറ്റൊരു കാര്യം അതെന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് മാത്രം റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയേഴ്സിനെ ബാൻ ചെയ്യും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെയുള്ള ആൾക്കാരെ ആശ്രയിക്കാതെ പുറത്ത് പൈസ കൊടുത്ത് ഇല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന എംപ്ലോയേഴ്സെ, അതിപ്പോൾ ചിലപ്പോൾ കെയർ വർക്കേഴ്സിനെ ആയിരിക്കും വലിയ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കെയർ ഹോം മാനേജേഴ്സിനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. യെസ്, അവരെ ബാൻ ചെയ്യും എന്നുള്ളതാണ് ലേബറിൻ്റെ പോളിസി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ലേബർ വുഡ് ഓൾസോ ബ്രിങ് ഇൻ ലോ ടു ട്രെയിൻ മോർ UK വർക്കേഴ്സ് സോ കമ്പനീസ് വുഡ് നോട്ട് ഹാവ് ടു ഹയർ ഫ്രം ദ ഓവർസീസ് എന്ന പറയുക. അതായത് ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക, പുറത്തുനിന്ന് ഒരാളെ എടുക്കാതിരിക്കുക എന്നാണ് ലേബറിൻ്റെ പോളിസി വന്നിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്ത കാര്യമാണ്. നമുക്കെല്ലാവർക്കും ലേബർ വന്നു കഴിഞ്ഞാൽ മാറിയേക്കാം എന്ന് ചിന്തിച്ച, ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും ആശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം, പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ മാറ്റും എന്നുള്ളതിന് ഒരു തീരുമാനമായിട്ടുണ്ട്. ദ പാർട്ടി ഹാസ് സെഡ് ഇറ്റ് ഹാസ് നോ പ്ലാൻ ടു ചേഞ്ച് ദ ബാൻ ഓൺ ഹെൽത്ത് ആൻഡ് കെയർ വർക്കേഴ്സ് ബ്രിങ്ങിങ് ദെയർ ഫാമിലീസ് ടു ദ UK. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇവരും സമ്മതിക്കില്ല. അതായത് ലേബർ പാർട്ടിയും സമ്മതിക്കില്ല. നമ്മുടെ ഒരു ആശ്രയമായിരുന്നു ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ അതിന് റിവ്യൂ നടത്തി ഈ ഇനി കെയർ വർക്കേഴ്സിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളൂ. അത് കുറച്ച് മാസങ്ങൾ മുമ്പുള്ള ഇവരുടെ പ്രഖ്യാപനത്തിൽ ഇത് റിവ്യൂ ചെയ്യുമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോളിസി അപ്ഡേറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, സ്ഥിരം ഇവരുടെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഞാൻ ഈ കണ്ടന്റില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോളിസി അപ്ഡേറ്റ് ഇവർ ഓരോ സമയത്തും ഈ ഇലക്ഷൻ്റെ പരമായിട്ട് ഇങ്ങനെ മാറ്റി മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ ഇനി എന്ത് മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് ഫിക്സഡ് ആയിരിക്കും. ഇനിയിപ്പോൾ വരുന്ന ദിവസം ഇവർ തമ്മിൽ രണ്ടുപേരും ഡിബേറ്റ് ഉണ്ട്. അത് ഋഷി സുനകിൻ്റെയും അതുപോലെ ലേബറിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തൊക്കെ അപ്ഡേറ്റ് വരുന്നു ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇനി സ്റ്റുഡൻറ്റ് മൈഗ്രേഷനിലേക്ക് പോകാം. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലീസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ലാർജ് ഇൻക്രീസ് ഇൻ നെറ്റ് മൈഗ്രേഷൻ സിൻസ് 2019. അത് ഇപ്പോൾ ബാൻ ചെയ്തു. അത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ സ്കീം റിവ്യൂ ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് ഇനി എടുത്തു മാറ്റി എന്നുള്ളൊരു കാര്യത്തിൽ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞിട്ടില്ല. ലേബർ പാർട്ടി സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ച് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദ ഷാഡോ ഹോം സെക്രട്ടറി ഹാസ് സെഡ് ലേബർ വുഡ് റിട്ടൈൻ ദ ബാൻ ഓൺ ദ ഫാമിലി മെമ്പേഴ്സ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനും ലേബർ സമ്മതിക്കൂല. അപ്പോൾ ആ ഒരു കാര്യത്തിലും തീരുമാനമായി കേട്ടോ. അതായത് ഗ്രാജുവേറ്റ് വിസ റിവ്യൂവിൻ്റെ കേസിൽ ഈ ലേബറൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അറിയാമല്ലോ, കൺസർവേറ്റീവ് ഓൾറെഡി അത് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എടുത്തു മാറ്റില്ല എന്നുള്ളതും വേറെ കുറേ പ്ലാനുകളായിരിക്കും. അത് ഇനിയിപ്പോൾ കൺസർവേറ്റീവ് വരുവാണെങ്കിൽ, ലേബർ വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് റിവ്യൂയുടെ കേസ് ഇല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് ഇനി എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. സിമ്പിൾ 2 പോയിൻ്റാണ് നമുക്ക് നോക്കേണ്ടത്. സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേറ്റ് വിസ ഇല്ല, സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ കേസിൽ അത് 2 പാർട്ടിക്കും ഒരേ തീരുമാനമാണ്. ഇനി കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻ്റ് കേസിലും 2 പാർട്ടിക്കും ഒരേ തീരുമാനമാണ്. ഇനി കൺസർവേറ്റീവ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് പുതിയ നിയമങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല വരുമെന്ന് അവരുടെ ഒരു കാരണവശാലും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ലേബർ പാർട്ടിയുടെ സൈഡിൽ നിന്ന് പുതിയ കുറച്ച് പ്ലാനുകൾ വരുന്നുണ്ട്. പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ സിസ്റ്റം, ഓസ്ട്രേലിയൻ ബേസ്ഡ്, അതിനകത്ത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിൻ്റെ കേസ് അവർ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് അറിയില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പുതിയ അതായത് പുറത്തുനിന്ന് ആളെ എടുക്കുന്നവരെ പുറത്തുനിന്ന് ആളെ മാത്രം ആശ്രയിക്കുന്ന ആൾക്കാരെ എംപ്ലോയേഴ്സെ ബാൻ ചെയ്യും എന്നുകൊണ്ട് ലേബർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള UK എന്നുള്ള സിറ്റിസൺസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെയുള്ള ജോബിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി നടക്കും എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഇലക്ഷൻ വന്ന് ജയിച്ച് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് ന്യൂസുകളിൽ വരുന്നുണ്ട്, നിങ്ങളൊക്കെ വായിച്ചിരിക്കുക.